ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അയറ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഏച്ചിയുടെ വീട്ടിൽ പോവുകയാണ്. ഏച്ചി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. അപ്പോൾ ഞാൻ ഏച്ചി എന്നാണ് വിളിക്കൽ. പണ്ടേ അങ്ങനെ വിളിച്ച് ശീലിച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങനെ മേമാന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഞാൻ ഏച്ചിന്ന് തന്നെ വിളിക്കൽ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അവിടുത്തെ കുറേ ആയി അവിടത്തേക്ക് പോയിട്ട്. ഞാൻ കുറേ എന്ന് വെച്ചാൽ കുറേ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ച് അവിടത്തേക്കൊക്കെ പോകാമെന്ന്. അവിടെയെന്ന് വെച്ചാൽ അടിപൊളി പ്ലേസാണ്. പോയവക്കത്താണ് വീട്. എന്ന് വെച്ചാൽ അവിടെ കുറേ നല്ല നല്ല രസമാണ്. ഒരു ഉച്ച സമയത്തൊക്കെ പോയിരിക്കുക, നല്ല കാറ്റും തണലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തെ വിശേഷം എന്ന് വെച്ചാൽ അവിടെ പോകുന്നതും പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വെച്ചാൽ ഞാൻ ഈ റോഡൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നടന്നു പോകുന്ന റോഡായിരുന്നു. കുറേ കാലം ഇപ്പോൾ ഇതിലൂടെയൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഞങ്ങളെ നാടാണ് ഗൈസ് ഇത്. ഞാൻ വെച്ചാൽ മഴ പെയ്ത നല്ല സുഖമാണ്. ഈ വയൽ കണ്ടോ, ഈ വയലിൽ ഫുള്ള് വെള്ളം കയറിയിട്ട് ഈ റോഡുമ്മലൊക്കെ ഇപ്പോൾ കയറും. പണ്ടെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ തന്നെയായിരുന്നു. മഴ ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. ഇപ്രാവശ്യത്തെ മഴയ്ക്കൊക്കെ ഇവിടെ നല്ല വെള്ളം കയറി. പക്ഷേ മഴ പോയി വെയിലൊന്ന് അറച്ചാൽ ആ വെള്ളം താവുകയും ചെയ്യും അതുപോലെ തന്നെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലം വരുന്നത്, ശ്രീ യോഗി കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇപ്പം എന്ന് വെച്ചാൽ ഉത്സവം കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെയായിരിക്കും. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ബസ് കിട്ടുന്നിടത്തിലേക്ക്. അയ്യോ പൈസ വയ്ക്കുക ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഹീലുള്ള ഒരു ചെരുപ്പാണ് ഇട്ട്. കാരണം ഹീലുള്ളത് ഇട്ടിട്ട് ശീലമല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് വാങ്ങിയതായിരുന്നു. പിന്നെ ഞാൻ അന്ന് മാത്രമേ അത് യൂസ് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്തില്ല. പിന്നെ ഇന്നാണ് അത് ഇടുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ് പറഞ്ഞത്. ഇതാണ് ഗൈസ് ആ ഹീലുള്ള ചെരുപ്പ് കണ്ടോ. എവിടെയും മലന്നടിച്ച് വീണിക്കില്ലെങ്കിൽ കാണാമെന്നാണ് പറഞ്ഞത്. ഈശ്വര അവിടെ എത്തിച്ചേർന്നേ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് വന്ന് ബസ് കയറി. പിന്നെ അവിടുന്ന് മേപ്പേറിയിട്ട് അവിടുന്നും ബസ് കയറി. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, ഇവിടെ ഇത്ര ഓട്ടോറിക്ഷ നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് ഒരൊറ്റ ഓട്ടോവും പോകില്ല എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ റോഡ് അബദ്ധമായതിനെ കൊണ്ട് ഒരു ഓട്ടോയും പോകില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരമുണ്ട്. റോഡ് നല്ല മോശമായിട്ട് ഒറ്റ ഓട്ടോ എടുക്കൂല എന്ന് പറഞ്ഞത്. ഇതാണ് ഏട്ടൻ വരാൻ സമ്മതിച്ചിട്ടുണ്ട്. ആ ഏട്ടൻ്റെ നല്ല മനസ്സ്. അങ്ങനെ ഓട്ടോയിൽ കയറി. ഓട്ടോ മുന്നോട്ടേക്ക് എടുത്തുതരാൻ എനിക്ക് മനസ്സിലായി എന്താ ഒരൊറ്റ ഓട്ടോക്കാരും വരാഞ്ഞത് എന്ന്. കാരണം ഫുള്ള് റോഡ് കട്ടറാണ്. പിന്നെ ഞാൻ അവിടത്തേക്ക് പോകുന്ന വഴി നല്ല കാഴ്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല രസം. അവിടെയാണ് അകലെ പോയി അതിൻ്റെ എന്താ പറയുക അപ്പുറവും ഇപ്പുറവും പോയാണ്. അതിൻ്റെ നടുവ് കൂടിയാണ് ആ റോഡ് പോകുന്നത്. അപ്പോൾ സൈഡിലൊക്കെ കുറേ ബോട്ടൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ വൈകുന്നേരമാണ് അവിടെ പ്രവർത്തി. അങ്ങനെ ഞാനിത് ഏച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഓട്ടോക്കാർ ഒറ്റ ഒരാൾ വന്നില്ല, ഒരാൾക്ക് വരാൻ തോന്നി. ഇപ്പോൾ ഇവിടെ കുട്ടികളാരുമില്ല, എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട്. അവിടെ എത്തി. ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ലേനോ. അപ്പോൾ ഏച്ചീൻ്റെ ഒരു ടോപ്പാണ് ഇട്ടത്. അയ്യോ വേർത്തു വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. ഇവിടെ ആണെങ്കിൽ ആരുമില്ല, കുട്ടികൾ സ്കൂളിൽ പോയതാണ്. അവർ വൈകിട്ട് എത്തും. പിന്നെന്ന് വെച്ചാൽ പാപ്പന് വൈകിട്ട് എത്തും, ജോലിക്ക് പോയതാണ്. പിന്നെ ഇവിടെ പാപ്പൻ്റെ അച്ഛനും അമ്മയാണുള്ളത്. അവർ രണ്ടും അതിൽ തന്നെ പണിക്ക് പോയതാണ്. അവർ വൈകിട്ട് എത്തും. അപ്പോൾ ഞാൻ ഏച്ചി മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഉച്ചയ്ക്ക് ചോറിന് ഉപ്പേരി ഉണ്ട്, സമ്മന്തി ഉണ്ട്, പിന്നെ മോരുണ്ട്, കടല ഫ്രൈ ഉണ്ട്, സോയാബീൻ ഫ്രൈ ഉണ്ട്, പിന്നെ മീൻ പൊരിച്ചതുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ചായ കുടിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. സോയാബീൻ ഫ്രൈക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഏച്ചിയും വന്ന് ഏച്ചി ഞാൻ ഒരുമിച്ചാണ് ഫുഡ് കഴിച്ചത്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. രമേ ഇവിടുന്ന് ആ ഒരു സൈഡ് എന്ന് വെച്ചാൽ ഫുള്ള് പുഴയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ ഇങ്ങനെ സുഖം.
ഗായ്സ് അങ്ങനെ ഞങ്ങൾ എന്ന് വെച്ചാൽ മില്ലിൽ പോവാണ് അരി പൊടിപ്പിക്കാൻ. ഫുഡൊക്കെ കഴിച്ച് വെറുതെ അവിടെ ഇങ്ങനെ ഒത്തിട്ട് ഫോണിലൊക്കെ കളിച്ച് പിന്നെ ഇപ്പോൾ ഋതികയും സനു വരാനുള്ള ടൈമായിട്ടുണ്ട്. ഒരു സ്കൂളും കഴിഞ്ഞിട്ട് അപ്പം മില്ലിൽ പോയിട്ട് അവരെയും കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ചേച്ചിൻ്റെ മുന്നിൽ നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു സ്ഥലത്തൂടെ വേണം പോകാൻ. അപ്പുറത്തൂടെ റോഡ് ഉണ്ട്. ഇതൊരു ഷോർട്ട് കട്ടാന്നാണ് പറഞ്ഞത്. കണ്ടോ അത് തെങ്ങിൻ്റെ അപ്പുറത്തേക്കില്ലേ, അതെന്ന് വെച്ചാൽ പോയ കേട്ടോ അവിടത്തേക്ക്. ഇതിലൂടെയൊക്കെ ഞാൻ പണ്ട് ചേച്ചിയുടെ കൂടെ വന്നിട്ടുണ്ട്, പിന്നെ വന്നിട്ടില്ല. സൈഡിലൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ. നോക്കൂ ഗൈസ്, ഒരു കിണർ. നമ്മളങ്ങനെ റോഡിലേക്ക് കയറിയിരിക്കുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല വെയിലായിരുന്നു. മഴയായാലും വെയിലായാലും ഇങ്ങനത്തെ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ സേഫാന്നാണ് പറഞ്ഞത്. ഞങ്ങളിതാ മില്ലിലെത്തിയിരിക്കുന്നു. ഇതാണ് മില്ല്. ഇവിടെ ഇരിക്കാനുള്ള ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ പാല് വാങ്ങാൻ കഴിയുന്നു. അപ്പം ഞാൻ 2 ഓക്കയും കൂടിയും വാങ്ങി വീട്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഗായ്സ് അങ്ങനെ അവർ രണ്ടാളും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. എന്നെ കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും എത്തിക്കുന്ന മനസ്സിലായിട്ടുണ്ടാവും. പുറത്ത് ചെരുപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പം നേരെ ഇങ്ങോട്ട് വരികയായിരിക്കും. ഞാൻ കാണിച്ചു തരാം. എല്ലാം കണ്ടപ്പോൾ എവിടെ കളഞ്ഞ് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് സ്കൂൾ ബസ് ലേറ്റ് ആയിട്ട് ഞാൻ നിങ്ങളാ വെച്ച് എന്റെ അത്രയായല്ലോ. ഇപ്പൊ ഏട്ടനോട് പോയി. അപ്പം ഗായ്സ് ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കാം. പാല് തിളപ്പിക്കുന്നതാണ്. വീഡിയോ എടുക്കുന്നിട്ട് ലോക ചിരിയാണ് എന്നാ പറഞ്ഞത്. അത് ചോദിക്കി, ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഉത്തരം എന്താണ്. ചോദിക്കി പറഞ്ഞിരുന്നോ? എന്റെ വീഡിയോ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്. ഞാൻ ഇപ്പൊ എന്ത് പറയുമ്പോ അങ്ങനെയാണ് പറഞ്ഞത് അല്ലെ അങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ കുറെ വീഡിയോസിൽ ഞാൻ അങ്ങനെ പറയുന്നുണ്ടാവും. കാരണം വെച്ചാൽ അതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. അതെന്ന് വെച്ചാല് പിന്നെ നമ്മള് ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, അതുപോലെ കിട്ടിയതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അശ്വിനി. അപ്പൊ ഓളങ്ങനെയാ പറയുന്നത്. ഓൾക്ക് അത് എടുത്തോ കിട്ടിയതാ. ഓളെ ഏതൊരു ഫ്രണ്ടിന്റെ അടുത്ത് കിട്ടിയതാണ്. അപ്പൊ ഓളെ എടുത്തുന്നത് അത് എനിക്ക് കിട്ടി. നമുക്ക് ഇങ്ങനെ കൈമാറി പോകുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അതാണ് സംഭവം. മനസ്സിലായോ? ഇപ്പം 4 മണി ചായയാണ്. ചായയല്ല, ഹോർലിക്സ് ആണ്. ഹോർലിക്സും അവില് കുഴച്ചതും പിന്നെ തേങ്ങയും വെല്ലം ഇട്ടാണ് അവില് കുഴച്ചത്. പിന്നെ ഐഡൻ സ്റ്റിക്കുമാണുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നതാണ്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഫുഡ് കഴിച്ച് നേരെ കിടന്ന് പിന്നെ രാവിലെ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ചേച്ചിയും പപ്പനും ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ കൂടെ തന്നെ ഞാനും ഇറങ്ങി. പിന്നെ വീട്ടിലാരും ഉണ്ടാവില്ലേ. അപ്പം ഇതാണ് അകലാപ്പുഴ. അകലാപ്പുഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. കാരണം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ തീവണ്ടി സിനിമയിൽ ടൊവിനോനെ കൊണ്ടുവച്ചിരുന്നൊരു തുരുത്തില്ല, അത് ഇവിടെയാണ്. പിന്നെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പോവുക. ആ തുരുത്തിലേക്കൊക്കെ ഇവിടുന്ന് ബോട്ടിങ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ബാഗിൻ്റെ കൈ പൊട്ടി ഗൈസ്. നല്ല ബസ് കയറി ആയിരുന്നു. ബാഗിന് ഓവർ വെയിറ്റ് കാരണം കൈ പൊട്ടിയിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.